ഉണ്ണി, ആ സാമ്പാറിന്റെ മണം ശരിയല്ലല്ലോ. ലേശം കായം കൂടി ആവാം. മണം കൊണ്ട് അറിയാൻ പറ്റുമോ? കൊണമറിയാൻ രുചിച്ചു നോക്കണ്ട, മണം കിട്ടിയാ മതി. തൊട്ടു നക്കി പോയാ പിന്നെ അത് എച്ചിലായി പോയില്ലേ. ഉണ്ണി, ആ അവിയലിൽ ഉപ്പ് കുറച്ചുകൂടെ ഇട്ടേ. അല്ലേ, അതിന് അവിയലിന് ഇവിടെ നുറുക്കുന്നല്ലേ? ഇവിടെ നുറുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് പോലും എനിക്ക് അതിന്റെ മണം കിട്ടി. ഈ പാചകവിദ്യ എന്ന് പറയുന്നത് കളിച്ച കാര്യമല്ല, അതൊരു തപസ്സാ. അതാ വരാൻ പോണ കാര്യം മുൻകൂട്ടി അറിയണത്. ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. അതെ, ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാ. ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്താ ഉണ്ണി, താൻ അടുത്ത തിങ്കളാഴ്ച ലീവ് എടുത്തേ പറ്റൂ. എന്താ കാര്യം? നമ്മുടെ പുഞ്ചിരി ചേച്ചിയുടെ 28 കെട്ടാ. പുഞ്ചിരി ചേച്ചിയുടെ അല്ല, പുഞ്ചിരി ചേച്ചിയുടെ കുട്ടിയുടെ 28 കെട്ട്. സദ്യയുടെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. എനിക്കൊരു കയ്യാള് വേണല്ലോ. താ ഒരു കാര്യം ചെയ്യ്, താൻ ലീവ് എടുത്തിട്ട് എന്റെ കൂടെ കൂടിക്കോ. ഞാൻ നിങ്ങൾ നക്കാപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. എന്താ ഉണ്ണി ഈ പറയണേ? ഒരു പാചകക്കാരന്റെ മട്ടും ഭാവൊക്കെ ഞാൻ പരിശീലിക്കല്ലേ? അതെന്റെ 16 അടിയന്തരത്തിന് മതി. പുസ്തകത്തിൽ വിടാനേട്ടാ. എന്റെ ഉണ്ണി ചതിച്ചല്ലോ. പച്ചടി മുഴുവൻ അടി പിടിച്ചു പൊങ്ങഞ്ഞു പോയി. എന്തോടോ നോക്കിക്കാതെ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കണോ? എടുത്തു വെക്കി. അതെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അത് തലയിൽ കൂടെ കൊടി വെച്ചോ. അപ്പൊ ഈ കറി മുഴുവൻ വേസ്റ്റാവില്ലേ? പിന്നെ അത് മുഴുവൻ പൊളിച്ച് നാശമാക്കി വെച്ചു. ഒന്ന് പതുക്കെ പറ. ആ തള്ള കേട്ടാ നമുക്ക് കുറച്ചില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതൊക്കെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. സദ്യക്ക് വേണം. എന്നിട്ട് വേണം നാളെ കള്ളടിക്കുമ്പോ എടുത്ത് വെച്ച് നക്കാൻ. ഇടോ നോക്കിക്കാൻ നെയ്യും പഞ്ചസാര അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എടുത്ത് അതിലിടണോ. നാളെ ഒരു സ്വീറ്റ് ആക്കി കൊടുക്കാം. എന്റെ അളിയ, അതിനല്ലേ ഞാനിത് പുകച്ചത്. ഞാനിപ്പോ പുകച്ച. ഇനി എന്നെ തല്ലരുത്. തല്ലിയാൽ നീ തല്ലോ. ഇനി തല്ലിയാ ഞാൻ കൊള്ളുന്നു. എങ്ങനെയാണോ ഇതിനെ ഇങ്ങനെ ആക്കി വെച്ചത്? ഇതിന് വല്ലാത്തൊരു ടേസ്റ്റാ. അതൊക്കെ പറ. ഇതെന്ത് സ്വീറ്റാ? ഒരു പ്രത്യേകതരം പ്രിപ്പറേഷനാ. കഴിച്ചിട്ട് എന്താ പറയുന്നത് ഞാൻ നോക്കണേ. ആ വല്യമ്മ ഇപ്പോഴും ഉണ്ടാ. ഇനി ആർക്കാ വേണ്ടേ? ഇനി ആർക്കാ വേണ്ടേ ചോദിച്ചോളൂ. അതെ, എന്താ വേണ്ട, പുകച്ചു വെക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, പുക കുറച്ച് ചേർത്താ മതി. ഉണ്ണി, ആ ബർത്ത്ഡേ സ്പെഷ്യൽ ഉണ്ടല്ലോ, അത് എരിശ്ശേരി. അയ്യോ, ഞാനല്ല, ഉണ്ണി പറ്റിച്ച പണിയാ. എന്തായാലും നന്നായിരിക്കുന്നു. റിയലി ഡെലീഷ്യസ്. കുറച്ചുകൂടെ തന്നോളൂ. വലിച്ചു വാരി തിന്ന വയറിളവ് ഒളിയാ. പുതിയ ആയിട്ട് ലേശം കൂടെ ആവാം. എന്താ ഇതിന്റെ പേര്? ഇത് പിന്നെ ഈ ഉണ്ണിയപ്പം പോലെ ഒരു ഉണ്ണിമധുരം. ഉണ്ണിമധുരം. ഇനി ആർക്കാ ഉണ്ണിമധുരം വേണ്ടത്? വരുന്നു. കഴിച്ചോളൂ. പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാവുന്ന സാധനമാണ്. കഴിച്ചിട്ട് വിശേഷം നീ പറഞ്ഞോളൂ കേട്ടോ. എല്ലാം ചെല്ലും. അത് ആർക്കാ വേണ്ടേ? ആ മോനെ ഈ ചന്ദനത്തിൽ നിന്ന് മണപ്പിക്കും. എന്നിട്ട് കുടിക്കും. ധൈര്യമായിട്ട് കുടിക്കും. മോനെ ശിവൻകുട്ടി, നിന്റെ ദുഃഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നീ 10ാം ക്ലാസ്സിൽ തോറ്റു. നിന്റെ കൂടെ കുട്ടിക്കാലം മുതലേ കളിച്ചു നടന്ന മീനാക്ഷി 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സായി പാസ്സായി. ഇവിടെ നോക്കി. മീനാക്ഷിയോട് നിനക്ക് ഇഷ്ടല്ലേ? അതെ. എന്നാ എന്റെ മോൻ ധൈര്യമായിട്ട് കുടിക്കേ. മോനെ, ഇതൊക്കെ ഒന്ന് തുടങ്ങി കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ ഭയങ്കര സുഖല്ലേ. ഇത് ആരാണെന്ന് മനസ്സിലായ? അറിയില്ല. നമ്മുടെ മിലിറ്ററിയുടെ മോനാ, നാഗാലാൻഡ്. പതുക്കെ ഇങ്ങനെ ഇങ്ങോട്ട് വലിക്ക. കണ്ട, എന്നിട്ട് ഇങ്ങനെ എടുക്ക. ഇങ്ങനെ ഊതിയാ മതി. മിടുക്കൻ. ശരി ചേട്ടാ, ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ദിവസേന കാലത്ത് ഇവിടെ വന്ന് 2 ഗ്ലാസ് അങ്ങോട്ട് വീശ. എന്നിട്ട് നാട്ടുകാരെന്ന് പറയുന്ന പുള്ളികളുടെ മുഖത്ത് ദേ ഇങ്ങനെ അങ്ങോട്ട് നോക്ക. അങ്ങനെ മോനെ, പഠിച്ച് ജയിച്ച് മിലിറ്ററി പോയി നാഗാലാൻഡിൽ ചെന്ന് ഒളിനാഗന്മാരുടെ അമ്പ് കൊണ്ട് പട്ടി ചാവണ പോലെ അവിടെ കിടന്ന് ചാവണ. പറ. എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മയെ കാണുന്ന? എനിക്ക് എന്റെ അമ്മയെ കാണണം. ഉള്ള കള്ളു മുഴുവൻ മോന്തി കുടിച്ചിട്ട് ഇപ്പൊ അമ്മയെ കാണുന്ന? ഈ കോലത്തിൽ ഞാൻ നിന്റെ അമ്മയുടെ അടുത്ത് നിന്നെ കൊണ്ടുപോയ പുഞ്ചിരി ചേച്ചി എന്നെ ചൂലെടുത്ത് അടിക്കും. അടിക്കട്ടോ, എടുത്തോണ്ട് പോ. എടുത്തോണ്ട് പോണെന്ന് ഞാൻ നോക്കിക്കോളടോ. എനിക്ക് എന്റെ അമ്മയെ കാണു. മോനെ, കള്ള ഇറങ്ങിട്ടടാ, ഞാൻ കൊണ്ടാക്കാം. എനിക്കല്ലേ എന്റെ കാലോർക്കിടയിലിടാ. വേണ്ട, എനിക്കിപ്പൊ കാണുന്നു. ഞാനിനി പുഞ്ചിരി പിശാചിന്റെ മുഖത്തേക്ക് നോക്കൂ. അമ്മയെ കാണാടാ. എനിക്ക് അമ്മ കാണു. എനിക്കിപ്പം കാണു.
നിർത്ത്, സ്റ്റോപ്പ്, അല്ലെങ്കിൽ എന്നെ കാറ് കയറ്റി കൊല്ലടാ. അടിച്ച് പൊളിക്കില്ല. ദുർഭരണം നടത്തിയ സർ CP രാമസ്വാമിയുടെ മൂക്ക് വെട്ടിയതുപോലെ ഈ CPയുടെ മൂക്ക് മാത്രമല്ല ഞാൻ വെട്ടുക, തലയും ഞാൻ വെട്ടും. അപ്പൊ നീ വിചാരിക്കും ഞാൻ നക്സലൈറ്റ് ആണെന്ന്. ഞാൻ നക്സലൈറ്റ് അല്ലടാ. അപ്പൊ പിന്നെ ഞാൻ ആരാ? പറയടാ, ഞാൻ ആരാന്ന്. ഇവൻ ഏതാ? ഉണ്ണിസാറിന്റെ പാർട്ടിയാ. ഉണ്ണി എന്ന് പറഞ്ഞ ആരാന്നാ നിന്റെ വിചാരം? ഉണ്ണി എന്ന് വെച്ചാ ഒരു പ്രസ്ഥാന. ഉണ്ണികൃഷ്ണനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കിളിയാണെന്ന് നീ ഇപ്പൊ ഓർത്തോ? തീന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, അടുപ്പില് ഊതി ഊതി ഇങ്ങനെ തീയിൽ കുരുത്തു വളർന്നവരാ മോനെ ഞങ്ങള്. ആദ്യം നിന്റെ ഈ ചുവന്ന തുക്കടക്കാറ് കത്തിക്കും, പിന്നെ ഞാൻ നിന്റെ കമ്പനി കത്തിക്കും, സോറി പിന്നെ നിന്നെ കത്തിക്കും. അതീന്ന് ഒരു പിടി ചാരം ഈ വലത് കൈകൊണ്ട് വാരിയെടുത്ത് ഭാരതപ്പുഴയെ കൊണ്ടൊഴുക്കും. എന്നിട്ട് ആ ചാരം ഭാരതപ്പുഴയുടെ ഓളങ്ങളിൽ കുറച്ചു നേരം ഇങ്ങനെ ചങ്കേറ്റ അങ്ങനെ തട്ടി കളിക്കുന്നോണ്ട് നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയടാ. എടാ പറയാൻ മാറി എന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ നത്തുമോറ? എന്താ നീ ചെയ്യാതെ? നീ പോട കഷണ്ടി കഴിവേരുടെ കുഞ്ഞുമോനെ. എടാ പുല്ലേ, എന്നെ പിരിച്ചു വിട്ടതല്ല, ഞാൻ റിസൈൻ ചെയ്ത്. അറിയോ സാർ? ഈ വിവരദോഷോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സാർ ഇവൻ വീട്ടു മാഷേ, എനിക്ക് ഇയാളോട് 4 വർത്താനം പറയാം. എനിക്ക് എന്താ പറയാണെന്ന് വെച്ചാ പറ. എന്തായാലും ഇയാളുടെ ജോലി പോയോ? ആ വിഷമം കൊണ്ടാ ഞാൻ മുക്കറ്റം കുടിച്ചത്. അല്ലാതെ സാധാരണ കുടിയന്മാര് കുടിക്കുന്നത് പോലെ കുടിക്കാൻ വേണ്ടി ദുഃഖം ഉണ്ടാക്കിയതല്ല. എന്താ മാഷേ? അപ്പൊ ഞാൻ കുറ്റക്കാരനല്ലല്ലോ. നീ എന്താ തെമ്മാടിത്തരം കാണിച്ചെങ്കിൽ കണക്കായി പോയി. എന്റെ മാഷെ, വെള്ളമടിച്ച് ബോധമില്ലാതെ ഒരുത്തൻ തെമ്മാടിത്തരം കാണിച്ചു വന്നിരിക്കട്ടെ, മാഷ് എന്ത് ചെയ്യും? കരണക്കുറ്റി നോക്കി 2 പൊട്ടിക്കും അല്ലേ? അയാള് കാറിൽ നിന്ന് ഇറങ്ങി അവിടെ അത് ചെയ്തിരുന്നെങ്കിൽ ഈ സംഗതി അവിടെ വെച്ച് തീരില്ലേ? അതിന് ഇവൻ ഇവിടെ കിടന്ന് കൊല വിളിച്ചിട്ടും കൊമ്പ് വിളിച്ചിട്ടും എന്താ കാര്യം? ഇത്തരം മുട്ടുമ കൊഞ്ഞെന്നെ കാണിക്കല്ലേ വേണ്ടത്. വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. എന്താ മിണ്ടാത്തേന്ന് മാഷെ പറഞ്ഞു കൊടുക്ക് മാഷേ. മിണ്ടിപ്പോരുത് നീ. മനസ്സിലായി. ഇപ്പൊ എനിക്ക് മാഷ മനസ്സിലായിട്ടോ. എടോ എവിടെപ്പാ? ഞാൻ പോവാ. വന്ന് ഊണ് വെച്ചിട്ട് ഓടോ. വിളിച്ചോണ്ട് വരണതാ. ആര് വരും? അയാൾ എന്നെ പറ്റി ഇപ്പൊ എന്താ വിചാരിക്കാ അറിയോ? ഓറഞ്ചട്ട നന്നായിരുന്നാലും ചിലതൊക്കെ റബിഷ് ആയിരിക്കും. വായിച്ചു തുടങ്ങുമ്പോ തന്നെ അറിയാം ചവറ്റുകുട്ടയിലേക്കുള്ളതാണോ അല്ലയോ എന്ന്. മനുഷ്യരുടെ കാര്യം അങ്ങനെ തന്നെ. കൂലിക്ക് ആളെ വിട്ട് തെറി വിളിപ്പിക്കുന്നവൻ കുടുംബക്കാരനായിരിക്കും. നോ, നെവർ. ദാറ്റ് ഇസ് റബിഷ്. പാരമ്പര്യം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇതൊന്നും അത്ര നിസ്സാര കാര്യങ്ങളല്ല. വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ദം. ഉണ്ണി എന്തെങ്കിലും? ഏയ്, ഉണ്ണിയല്ല, ആരായാലും. ഞാൻ പൊതുവെ പറഞ്ഞെന്നേ ഉള്ളൂ. കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നു. അടുത്ത മാസം 14-ാം തീയതി വീടും പറമ്പ് ജപ്തിയാ. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല വാര്യരെ. വഴിയൊക്കെ ഉണ്ട്. എന്ത് വഴിയാ? ഈ വാശിയും വൈരാഗ്യവും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നേരെ അങ്ങോട്ട് എന്ന് കാര്യം പറയാം. ആരോടാ? മൂത്ത മോനോട്. അല്ലാതാടാ, അവര് ബുദ്ധിപൂർവ്വമല്ലയോ ശ്രീധരനൊന്നും പറഞ്ഞ് കാറ് തന്നത്. ആ വേലയൊക്കെ മനസ്സിൽ വെച്ചേക്കാം. എന്താടാ വെച്ചിട്ട് പോ. അവനെ ഡോക്ടറാക്കാൻ വേണ്ടി നമ്മൾ കുറെ മുടക്കതല്ലയോ? വഴിയിലിറങ്ങി തെണ്ടിയാലും ശരി, അവന്റെ ഒരു ചില്ലി കാശും എനിക്ക് വേണ്ട. പിന്നുള്ളത് ഉണ്ണികൃഷ്ണന്. അവനാണെ ഉള്ള ജോലിയും കളഞ്ഞിട്ട് മെഴുങ്ങസ്യാന്ന് പറഞ്ഞു കുത്തിയിരിക്കുക. അവൻ വിചാരിച്ച എന്തോ മല പറിക്കാനാ. ജോലിയും തൊഴിലും ഒന്നും ഇല്ലെങ്കിൽ ഇനിയിപ്പോ എന്തേലും നടക്കണമെങ്കിൽ അവനവന് വഴി. അത് തന്നെ അടുത്ത വഴി. CPക്ക് ഒറ്റ മോളല്ലേ ഉള്ളൂ. മകൾക്ക് വേണ്ടി അയാൾ എന്ത് ചെയ്യും? ഈശ്വരപിള്ള ചേട്ടൻ ധൈര്യമായി പോയി അങ്ങോട്ട് സംസാരിക്കാം. ജപ്തി പ്രശ്നം നമുക്ക് പുല്ലുപോലെ പരിഹരിക്കാം. അതിനു മുമ്പ് ഉണ്ണികൃഷ്ണനോടൊരു വാക്ക് ചോദിക്കണ്ടേ? അവനോട് ചോദിക്കാൻ പറയൊന്നും വേണ്ട. ആദ്യം കാര്യം നടത്തുക, പിന്നെ കല്യാണം.